ആരെങ്കിലും നിങ്ങളോട് ഹാർഷായി സംസാരിച്ചു, നിങ്ങൾ ഉടനെ ഹാർഷായി മറുപടി പറയുകയല്ല വേണ്ടത്. നിങ്ങൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ രാത്രി ചിന്തിച്ചു അത് പറയണ്ടായിരുന്നല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് റെസ്പോണ്ട് ചെയ്യണം എന്നത് റിയാക്ഷൻ ബേസ് അല്ല, റെസ്പോൺസ് ആണ്. ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തി, അയാളോട് റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം. ഈ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ജീവിതത്തിലെ പല പ്രോബ്ലംസ് കൊണ്ടല്ല ഉണ്ടാവുന്നത്, റിയാക്ഷൻ കൊണ്ടാണ് വലുതാകുന്നത്. റിലേഷൻഷിപ്പ് തകരുന്നത് ഇഷ്യൂ കൊണ്ടല്ല, ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ഇമോഷണൽ സ്റ്റൈല് കൊണ്ടാണ്. ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുന്നത് ചലഞ്ച് കൊണ്ടല്ല, ചലഞ്ച് വന്നപ്പോൾ എടുത്ത ഭയം കൊണ്ടുള്ള ഡിസിഷൻസ് ആണ്. ആരോഗ്യം ഡിസ്റ്റർബ് ആകുന്നത് സ്ട്രെസ് കൊണ്ടല്ല, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാത്ത ഇമോഷണൽ പാറ്റേൺസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇമോഷണൽ മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ പ്രാക്ടീസാണ്. ഒരു കോപം വന്നു, എനിക്കൊരു ഭയം വന്നു, എനിക്ക് വേദനയുണ്ട്, സോ വാട്ട്? അവിടെ അതിനെ കാണുക, നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്യുക, അതിലൂടെ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. എല്ലാവരുടെയും നമ്മുടെ 5 പില്ലേഴ്സിനെ പറ്റി നമ്മളെപ്പോഴും സംസാരിക്കുന്നത് വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് ജോയ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റലായ കാര്യം. ഈ 5 പില്ലേഴ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇമോഷണൽ മാസ്റ്ററി മസ്റ്റ്. മണിയുടെ ഡിസിഷൻ പലപ്പോഴും ലോജിക്ക് കൊണ്ടല്ല ഉണ്ടാവുന്നത്, അല്ലേ? ഇമോഷൻ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ലോജിക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്, ഇമോഷനിലാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പോകുമ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോറ് കഴിക്കാൻ പോയാൽ നിങ്ങൾ ബിരിയാണി കഴിക്കേണ്ട ആവശ്യമുണ്ട്. ചോറ് കഴിച്ചാൽ നിങ്ങൾ വയറ് നിറയും, ബിരിയാണി കഴിച്ചാലും മതി, അല്ലേ? അവിടെ ബിരിയാണിയുടെ ഇമോഷൻസ് ആണ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്നത്, അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനത്തിൽ ലിസ്റ്റ് ആയിരിക്കും. തക്കാളി വേണം, ഉരുളക്കിഴങ്ങ് വേണം എന്നുള്ള ലിസ്റ്റുമായിട്ട് പോകും. അവിടെ എത്തി വരുമ്പോൾ 10-100 സാധനം വേറെ ഉണ്ടാവും. എന്തിനാ? ഓൺലി ഇമോഷണൽ ബൈ. ആ ഇമോഷണൽ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മാസ്റ്ററിങ് ആവണം. അപ്പോൾ ഭയമുള്ളവർ സാധ്യതകൾ അവോയ്ഡ് ചെയ്യാതെ, ഗ്രീഡ് ഉള്ളവർ റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ളവർ സ്വന്തം വാല്യൂ കുറച്ച് കാണിക്കാതെ, ഗിൽട്ട് ഉള്ളവർ മണി റിസീവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ളതാണ് ഹെൽത്തിൽ. ഹെൽത്തോ ബോഡിയൊക്കെ സ്ട്രെസ് കെമിക്കൽസ് തുടർച്ചയായി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുള്ളവർക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിയും, ഡൈജഷൻസ് എഫക്റ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റി കുറയും, എനർജി ലോ ഡൗൺ ആവും, അകത്തെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ശരീരത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ എത്ര ഫുഡ് കഴിച്ചാലും മൈൻഡ് വീണ്ടും വീണ്ടും സ്ട്രെസ്സിലേക്ക് ആണെങ്കിൽ ഹെൽത്ത് കംപ്ലീറ്റ് തകർന്നു പോകും. റിലേഷൻഷിപ്പിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല. എപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അടുത്തത് കരച്ചൽ, അല്ലെങ്കിൽ അടുത്ത് പൊട്ടിത്തെറിക്കൽ. കഴിഞ്ഞു. എന്ത് സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. എന്നിട്ട് പറയും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. പക്ഷെ കയ്യിൽ നിന്ന് പോയി സാധനം ഉണ്ടല്ലോ, അല്ലേ? ഇവിടെ കുറേ ആൾക്കാർ സ്നേഹം എന്ന് പറയുന്നത് ആങ്കർ കൺട്രോൾ ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹർട്ടായി കളയും, റിലേഷൻഷിപ്പ് പൊട്ടിപ്പോവും. സ്നേഹം ഉണ്ടോന്നിട്ട് അതും കാര്യമില്ല. കെയർ ഉണ്ട്, ഈഗോ കൂടുതലാണ്, എന്ത് സംഭവിക്കും? തകർന്നു. അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഇല്ല. ഇവനെ നോക്കുമോ, ചങ്കയെ കരളേന്നുണ്ട് കൂടെ നടക്കുന്നുണ്ട്, ഒരു വിഷയം വന്നാൽ ഇവനെ നോക്കുമോ എന്നുള്ള ധൈര്യം നമുക്കില്ല. പോയി അവിടെ. അപ്പോൾ റിലേഷൻഷിപ്പ് സേവ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, ഇമോഷണൽ റെഗുലേഷൻ സ്കില്ല് തന്നെ പഠിക്കണം, അല്ലേ? സ്പിരിച്വാലിറ്റിയിൽ പിന്നെ അതിന് പറ്റി അമ്പലത്തിലൊക്കെ പോകും, പ്രാർത്ഥനയൊക്കെ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പക്ഷേ അകത്തുള്ള ഇന്നർ അലൈൻമെന്റ് നടത്തൂല. അവിടെ എപ്പോഴും പരാതിയും പരിഭവവും കഷ്ടങ്ങളൊക്കെയാണ്. പ്രെയർ ചെയ്യുന്ന സമയത്തും അകത്ത് എന്താണ്? കുറച്ച് അസൂയ, കുറച്ച് ദേഷ്യം, കുറച്ച് 2 പൊട്ടിത്തെറിക്കൊക്കെ പറയുന്നത്. മക്കളെയൊക്കെ വഴക്ക് പറഞ്ഞ് 2 പൊട്ടിത്തെറി, എന്തായാലും വിളക്കത്തിക്കാത്ത, എന്താ പ്രാർത്ഥിക്കാത്ത, വരും എല്ലാവരും പൊട്ടിത്തെറിച്ച് ഒച്ചപ്പാടും മേളാക്കി പോയിട്ട് അവിടെ പോയിരുന്നു രാമരാമ രാമ രാമ രാമ. നീ അടങ്ങിയിരിയടാ, പിന്നെയും രാമരാമ രാമൻ വന്നിരിയടാ. ഈ രാമരാമൻ്റെ അടുത്ത് പകുതിയില്ല. നിസ്കരിക്കാൻ പോയിരിക്കുന്ന ആളെ കണ്ടു, നിസ്കാരത്തിനൊക്കെ ഇരുന്നു, എല്ലാം റെഡിയായി, ഇങ്ങോട്ട് തല ഇങ്ങോട്ട് തിരിച്ചപ്പോൾ അത് എടുത്തു വെച്ച മോനെ. പിന്നെയും അല്ലാഹുവിനെ അർപ്പിച്ചു. എന്ത് പ്രാർത്ഥന? സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി ഇതിലേക്കുള്ള വഴി മാത്രമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലൈഫും മാറാൻ തുടങ്ങും, അല്ലേ? അതാണ് സത്യമായ അവസ്ഥ. അപ്പോൾ
ഇമോഷണൽ മാസ്റ്ററി നിങ്ങൾ സ്വായത്തമാക്കിയാൽ മറ്റുള്ളവർ മാറണമെന്ന നിങ്ങളുടെ ആവശ്യം തീരെ ഇല്ലാതെയാകും. ആദ്യം നമ്മൾ നമ്മുടെ റിയാക്ഷനെ റെസ്പോൺസ് ആക്കി മാറ്റാൻ തുടങ്ങും. ചെറിയ വാക്കുകൾ നമ്മൾക്കൊന്നും സംഭവിക്കില്ല. ഒരു ഡിലേ വന്നാൽ നമ്മൾ പാനിക്കാവില്ല. റിലേഷൻഷിപ്പ് പ്രോബ്ലം വന്നാൽ അല്ല അവയർനെസ് കൊണ്ട് അവിടെ സംസാരിക്കാൻ തുടങ്ങും. ബിസിനസ് ചലഞ്ച് വന്നാൽ ഭയമില്ലാത്ത ഡിസിഷൻ എടുക്കാൻ തുടങ്ങും. സ്ട്രെസ് വന്നാൽ മുങ്ങിപ്പോകാതെ അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇമോഷണൽ മാസ്റ്ററി എന്നത് ഇമോഷൻ ഇല്ലാതാക്കലല്ല, ഇമോഷന്റെ അടിമയാവാതെ ഇമോഷന്റെ മാസ്റ്റർ ആവുക എന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ആരെങ്കിലും ഇമോഷന്റെ അടിമയായിട്ട് ആരും ഉണ്ടല്ലോ? ആരുമില്ല. എല്ലാവരും ഇമോഷണൽ മാസ്റ്റർ ആയില്ല. നിങ്ങൾ മാസ്റ്റർ ആവേണ്ടവരാണ്, ഇപ്പൊ മാസ്റ്റർ അല്ല. അപ്പൊ നിങ്ങൾ ഇമോഷണൽ മാസ്റ്ററി ക്ലാസ് ജോയിൻ ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക.